അല്ലെ ശ്രദ്ധിക്കും. ഏതമ്മമാർക്കും വേണേ മറുപടി പറയാം. ബാഗ് ചെക്ക് ചെയ്യും, കുട്ടികളോട് അന്ന് നടന്ന കാര്യങ്ങൾ ചോദിച്ചറിയും. അന്ന് നടന്ന കാര്യങ്ങൾ ചോദിച്ചറിയും. ആ പിന്നെ പിന്നെ പറ, അവര് പറഞ്ഞു തരും. ആ പിന്നെ 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 അത് മാത്രം പോരാ, അത് മാത്രം പോരാ. ഇവനെ നോക്കിയേ, കൂടെ പോയെ. ഇവനെ ഇപ്പൊ നോക്കിയിട്ട് എന്ത് ഭാവമാണ് അവന്റെ മുഖത്തുള്ളത്? കള്ളലക്ഷണമുണ്ട്. കള്ളലക്ഷണമുണ്ട്. അല്ല, അവൻ എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ചിലപ്പോ ഒരു ഭയം കാണാം. അല്ലെ ഭയക്കേണ്ട കാര്യമില്ല, ഞാൻ അവനെ ദത്തെടുത്തിരിക്കുക. അപ്പൊ അല്ലെങ്കിൽ അവന്റെ മുഖം എന്തായിരിക്കും? ഇപ്പൊ ഒരു ചെറിയ ചിരിയില്ലേ ഉണ്ട്. ഇനി ഇവന് തലവേദനയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? ചോദ്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതുകൊണ്ടായിരിക്കും പിന്നെ പറയാം. ഇവന് തലവേദന എടുക്കുകയാണെങ്കിൽ അവന്റെ കണ്ണ് നോക്കിയാൽ വേദന അറിയാൻ പറ്റും അല്ലേ? അതുപോലെ നമ്മുടെ പെൺമക്കളുടെ ആയാലും മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണോ, വിഷമമാണോ, സങ്കടമാണോ, അവരാരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം ഇതൊക്കെ നോക്കുന്നതിന് മുമ്പ് അവരുടെ മുഖത്തേക്ക് നോക്കണം. സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് വരുമ്പോൾ മുഖത്തേട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് സന്തോഷമാണോ, വിഷമമാണോ, ദുഃഖമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്നാമത്തത്, അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ അവരുടെ ചോദിക്കണം എന്താണ് അവരുടെ വിഷമത്തിന് കാരണം എന്ന് ചോദിക്കണം. അത് മനസ്സിലാക്കണം. രണ്ടാമത്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ മുഖത്ത് നോക്കി 2 വാക്ക് 2 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ മുഖഭാവം നമുക്കറിയാൻ പറ്റും, അവരുടെ മനസ്സിലിരിപ്പ് നമുക്കറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതിന് കാരണം മനസ്സിലായോ? അതായത് കഴിഞ്ഞ ദിവസം പത്രം വായിക്കുമോ? വായിക്കത്തില്ലല്ലോ, നല്ല ശീലമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം 4ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിയുടെ ബാഗ് അമ്മ പരിശോധിച്ചപ്പോൾ 2500 രൂപ വിലയിരുന്ന ഇലക്ട്രോണിക് സിഗരറ്റ് ആ ബാഗിൽ നിന്ന് കിട്ടി. ആ 4ാം ക്ലാസ്സുകാരിയായ 9കാരിക്ക് എവിടുന്നാണ് ഇലക്ട്രോണിക് സിഗരറ്റ് കിട്ടിയത് നമ്മൾ ചിന്തിക്കണ്ടേ? എവിടുന്ന് കിട്ടി? 8ാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ MDMA. എന്താണ് MDMA അറിയോ? മാരകമായ മയക്കുമരുന്നായിട്ടുള്ള MDMA ആണ് 8ാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ കിട്ടിയത്. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. കാരണം എന്താണെന്ന് അറിയണ്ടേ? 8ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്യുന്ന കാരണം എന്തായി? ആ കുട്ടിയെ ഈ MDMA ചെറുതായിട്ട് കൊടുത്തിട്ട്, ക്രീം ബിസ്ക്കറ്റിനകത്ത് MDMA കൊടുത്തിട്ട് ആ കുട്ടിയുടെ നഗ്നമായ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഈ MDMAയുടെ കാരിയറാക്കി മാറ്റി, എന്നുവെച്ചാൽ വിൽപ്പനക്കാരിയാക്കി മാറ്റി. 13ാമത്തെ ദിവസം ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പൊ ഇതൊക്കെ പത്രത്തിൽ വരുന്ന വാർത്തകളാണ്, ഞങ്ങൾ കേസെടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ദയവായി എന്ത് ചെയ്യണം? നമ്മളുടെ മക്കളുമാരെ കെയർഫുൾ ആകാൻ വേണ്ടി നോക്കുക. സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും നമ്മുടെ മക്കളുമാരെ വളരെ കെയർഫുൾ ആകണം. അവരുടെ കാര്യങ്ങൾ സംസാരിക്കണം. ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്, അതായത് മക്കളുമാരും അമ്മയും തമ്മിൽ ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കണം. സംസാരിക്കണം, അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ മൊബൈൽ ഫോണുകൾ കൊടുത്ത് കളിപ്പിക്കണ്ട. കൊച്ചു കുഞ്ഞുങ്ങളിപ്പോൾ മൊബൈൽ ഫോൺ കൊടുത്താലേ അവർ ആഹാരം കഴിക്കും. ആ ശീലമേ വേണ്ട. കാരണം കഴിഞ്ഞ ദിവസം കണ്ടോ, അമ്മയുടെ